യേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ അന്ത്യകാല പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അന്ത്യകാല വിശുദ്ധരും ആദ്യകാല വിശുദ്ധരെയും കുറിച്ചാണ്. നമുക്കറിയാം, അന്ത്യകാല വിശുദ്ധർ നിരവധി പേർ വിശുദ്ധീകരിക്കപ്പെടണം എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യകാലങ്ങളിൽ അതിവിശുദ്ധരായ മനുഷ്യർ ഉണ്ടായിരുന്നു. ദൈവവചനത്തിന് അനുസൃതമായ ജീവിതം നയിച്ച വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലയെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ അന്ത്യകാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുള്ള പരിശുദ്ധിയുള്ള മക്കളുണ്ടാകണം, വ്യക്തികളുണ്ടാകണം. അതെന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ ഭാഗങ്ങളിലും തുറന്നുള്ള ഭാഗങ്ങളിലും നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം ഒരു ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ, സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോ നമ്മളിവിടെ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഒരു 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ നടക്കുന്ന ഒരു ചാപ്പലിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഓൺലൈൻ ശുശ്രൂഷകളും നടത്തുവാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. കിട്ടിയ സഹായങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണി തീർത്തിട്ടുണ്ട്. തുടർന്നും നമുക്ക് മുന്നോട്ട് പോകണം. ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ തുക മാത്രമേ നമുക്ക് യൂട്യൂബിലൂടെ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പിന്നെ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർ, അവർ ചിലരും അല്ലാതെ മറ്റുള്ളവരുമൊക്കെ ചിലർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം അവർ ഏതാനും വർഷത്തേക്ക്, ചിലർ 1-2 വർഷത്തേക്ക് വേണ്ടിയിട്ട് പലിശയൊന്നുമില്ലാതെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പണം കൊണ്ടൊക്കെയാണ് അവർ പറയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുക ആ പണം. അപ്പോൾ ആ പണം കൊണ്ടാണ് നമ്മൾ ഈ അടിസ്ഥാനം ഇടുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇനി തുടർന്നുള്ള പണികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സാധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും ഒരു വലിയ പ്രത്യേകത, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ദൈവവചനം എന്തു പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ധ്യാനവും അന്ത്യകാല പ്രത്യേകതകളും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ വരുന്ന 21 എന്ന് വെച്ചാൽ അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, 21, 22, 23 ദിവസങ്ങളിൽ ഓൺലൈൻ ധ്യാനമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക. ഇതിനോട് താല്പര്യമുള്ളവരെയൊക്കെ നിങ്ങൾ എല്ലാവരെയും തന്നെ ഈ ശുശ്രൂഷകൾക്കായിട്ട് അറിയിക്കുക, അതിന് വേണ്ടുന്ന പ്രചോദനം കൊടുക്കുക. രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ് ആ ശുശ്രൂഷയുള്ളത്. ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. മറ്റൊന്ന്, നമുക്ക് മാർച്ച് മാസം 3-ാം തീയതി മുതൽ 23 വരെ നമ്മളൊരു ഉപവാസ ധ്യാനം വെച്ചിട്ടുണ്ട്. 21 ദിവസം ഉപവാസ ധ്യാനം വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വയം വിശുദ്ധീകരണത്തിനും കർത്താവിന് ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. 21 ദിവസവും തുടർച്ചയായി പങ്കെടുക്കുന്നവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അത് ഓൺലൈൻ ധ്യാനത്തിലും
ഈ ഉപവാസ ധ്യാനത്തിലും എല്ലാം അപ്രകാരം തന്നെയാണ്. ഇടയ്ക്ക് വന്നു പോകുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം അത് തുടർച്ചയായിട്ട് പോകുന്ന ശുശ്രൂഷകളായതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ അത് പേരുകൾ നൽകി ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബുക്ക് ചെയ്തവർക്കായിരിക്കും അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരിക. ഓൺലൈൻ ധ്യാനവും അങ്ങനെ തന്നെയാണ്, ഉപവാസ ധ്യാനവും അങ്ങനെ തന്നെയാണ്. ഇക്കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മരിയാശ്രമത്തിൻ്റെ ശുശ്രൂഷകളാണിതെല്ലാം. മദർ മേരി മിനിസ്ട്രിയുടെ തന്നെ മരിയാശ്രമത്തിലാണ് നമ്മൾ ചാപ്പലും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. ഒരു ഏപ്രിലോട് കൂടി നമ്മളതിൻ്റെ ബ്ലെസ്സിങ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിതാവ് വന്ന് അത് ചെയ്യും. അപ്പം ഏപ്രിലിൽ തന്നെ നമ്മളത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ നമ്മൾ അവിടെ ഏതാനും ആഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചില പ്രത്യേക നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ക്രമീകരിക്കുക. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ തന്നെ അത് അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞ് നമ്മുടെ ഓൺലൈൻ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് അതിലൂടെ ദൈവികമായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ട്, താമസമുള്ള ധ്യാനങ്ങളുമുണ്ട്, അതിലൂടെയൊക്കെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവരെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ക്രമീകരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കുക. ഈ മാസം ഫെബ്രുവരി മാസം 21, 22, 23 ഓൺലൈൻ ധ്യാനമുണ്ട്. സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സന്ദേശങ്ങൾ കുറച്ചുപേരെ കേൾക്കുന്നു, അതിൽ നമുക്ക് പരാതികളില്ല. എന്നാൽ അതിലൂടെ ഒരു ജനം ഒരുക്കപ്പെടുക, എന്തിനു വേണ്ടി? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരു കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു കൊണ്ട് ഒരു ശരിയായ രീതിയിൽ എങ്ങനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ വിശ്വാസ അടിസ്ഥാനത്തിലും എങ്ങനെ ഒരുക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിച്ച കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. അന്ത്യകാല വിശുദ്ധരും ആദ്യകാല വിശുദ്ധരെയും കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അന്ത്യകാല വിശുദ്ധരുടെ ഒരു പ്രത്യേകതയും ആദ്യകാല വിശുദ്ധരുടെ പ്രത്യേകതയും എടുത്തു നോക്കുമ്പോൾ, അന്ത്യകാലത്ത് അധികം വിശുദ്ധരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാം തിരുത്തി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായം 10 നമ്മൾ കണ്ട അല്ലെ വായിച്ച മനസ്സിലാക്കിയ ചില കാര്യങ്ങളുടെ ഒരു ആവർത്തനം തന്നെയാണ്. അത് വീണ്ടും കർത്താവ് വീണ്ടും അതിനെക്കുറിച്ച് ബോധ്യം തരികയാണ്. നമ്മൾ വായിച്ചു വരുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമയമായിട്ടില്ല, അതുകൊണ്ട് ഈ വചനം അടച്ച് മുദ്ര വയ്ക്കുക. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, സമയമായി, അതുകൊണ്ട് ആ മുദ്ര തുറക്കുക, അത് വെളിപ്പെടുക. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വെളിപാടിൻ്റെ അവസ്ഥയിലാണ് നമ്മളായിരിക്കുക. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 12-ാം അധ്യായം 10 പറയുന്നു, അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. ഞാനൊരു വാക്കുകൂടെ ഒന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്, തൻ്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധരോട് കൂടെ വരുമ്പോൾ, ഇവരാണ് ആദ്യകാല വിശുദ്ധർ. ആദ്യകാല വിശുദ്ധർ അവരുടെ കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കരായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ വിശുദ്ധരെയെല്ലാം എന്തിനു നൽകപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യകാല വിശുദ്ധർ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കത്തോലിക്ക വിശ്വാസികളെ പലരുടെയും ഒരു ധാരണ ഒരു മാധ്യസ്ഥ മേഖല മാത്രമായിട്ടാണ് വിശുദ്ധരെ കാണുന്നത്. എന്നാൽ നമ്മൾ ഈ വിശുദ്ധരിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതം പഠിക്കുമ്പം ഒരു കാര്യം പിടികിട്ടും. നമുക്കറിയാം, 2000 വർഷമായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പ്രഘോഷണം
യേശുവിൻ്റെ ജനനം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, രണ്ടാം വരവ്, ഇതെല്ലാം കടന്നു വരികയാണ്. അപ്പം എല്ലാ വിശുദ്ധരും ക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിച്ചവരാണ്, വിശുദ്ധരല്ല. സങ്കീർത്തനം പറഞ്ഞു, ലോകം വിശുദ്ധരെന്ന് കരുതുന്നത് ദേവന്മാർ നിസ്സാരന്മാരാണ്. ലോകത്തിൽ ഒരുപാട് വിശുദ്ധരുണ്ടാകാം, പക്ഷേ ഇവരെ ആരെയാണ് ഫോളോ ചെയ്തത് അല്ലെങ്കിൽ അനുകരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. യേശു എന്ന നാമം മാത്രം ഉപയോഗിച്ചത് കൊണ്ടോ യേശുവിനെന്ന് അറിയാവുന്നത് കൊണ്ടോ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലുന്നു, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, അതൊരു വിശുദ്ധിയുടെ അടയാളമെന്ന് പറയാൻ പറ്റത്തില്ല. വിശുദ്ധരുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, വിശുദ്ധരെപ്പോഴും ദൈവവചനം അനുസരിച്ച് പോയവരാണ്. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരുന്നു. അവരെ പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവഹിതം ആരായിക്കുക എന്നുള്ളത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും വിശുദ്ധരുമല്ല. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെന്നുള്ള കർത്താവ് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നീതിമാന്റെ കാര്യം പോലും ബൈബിൾ പറയുന്നത്, 1 പത്രോസ് 4:12 പറഞ്ഞു, നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും. നമ്മൾ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിലേക്ക് പറയുകയാണ്, 1 പത്രോസ് 3:12 പറയുകയാണ്, എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളെ നേരെയും തുറന്നിരിക്കുന്നു, എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരെന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ അർത്ഥം, നീതിയുള്ളവൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്നാണ്. യെശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 15 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. ഒരു വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്, ദൈവവചനം എന്തു പറഞ്ഞുവോ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയോ ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. പിശാചിന് സ്നേഹമുണ്ട്. പിശാചിന് സ്നേഹമല്ലെന്ന് വിചാരിക്കരുത്. പിശാചിന് സ്നേഹമുണ്ട്. പിശാചിന് സ്നേഹമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും പിശാചിൻ്റെ സ്നേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പലരീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം സ്നേഹം പ്രകടിപ്പിച്ചത് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിശാച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ പത്രവാർത്തകളിൽ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം, സോഷ്യൽ മീഡിയയിലും എല്ലാം വരുന്ന വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ധാർമ്മിക മേഖല, ജഡിക മേഖലയിലെ പാപങ്ങൾ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ വരെ ഒരു തീരുമാനത്തിൽ വരുന്ന ഇതാണ്, ജനത്തിന് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു തീരുമാനം ഈ അടുത്ത് തന്നെ, ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വന്ന ഒരു മെസ്സേജ് ഞാൻ കണ്ട ഒരു തീരുമാനം ഇതാണ്, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പുരുഷനെ പ്രണയിക്കുന്നതിൽ കുഴപ്പമില്ല, വാലന്റൈൻ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. തിരിച്ചും വരാം, ഭർത്താവിന് ഇഷ്ടമുള്ള സ്ത്രീയെ പ്രണയിക്കുന്നതിലും കുഴപ്പമില്ലെന്നായിരിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ദൈവം അതിനെ എന്തു പറയുന്നു, അതിന് വിരുദ്ധമായ ഒരു രീതിയിലേക്ക് മനുഷ്യകുലത്തെ നയിക്കുന്നു. അപ്പോൾ ആദ്യകാല വിശുദ്ധരുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, വിശുദ്ധ തോമസ് മൂറിൻ്റെയൊക്കെ ജീവിതത്തിൽ, അതുപോലെ തന്നെ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ഒരു ജെസ്യൂട്ട് വൈദികനായിരുന്നു, തമിഴ്നാട്ടിൽ വെച്ചാണ് വധിക്കപ്പെടുന്നത്. അതുപോലെ വിശുദ്ധ തോമസ് മൂർ, ഇവരെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായ നിയമങ്ങൾ അന്നത്തെ അധികാരികൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സംസാരിച്ചവരാണ്. പക്ഷേ ഇന്ന് അതിനെ അനുകൂലിക്കുന്ന കുറേ മനുഷ്യരായിട്ട് പലരും മാറിയിട്ടുണ്ട്. പക്ഷെ അവർ വിശുദ്ധരാണെന്ന് ചമഞ്ഞ് നടക്കുകയാണ്. അതാണ് ഈ അന്ത്യകാലത്ത് നമുക്ക് വിശുദ്ധരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 32 പറയുന്നുണ്ട്, ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ, ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ പിന്നെ വായിക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താണെന്ന് ഒരു ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു, മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. 1-ാം പ്രമാണം എന്താണെന്ന് വ്യക്തമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്ന
മേഖലകളും അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ തീരുമാനങ്ങളുമൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ വിശ്വാസം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീർത്തു പറയട്ടെ, വിശുദ്ധൻ എന്ന് പറയുന്നത് അതൊരു മെത്രാനാകട്ടെ, മാർപ്പാപ്പയാകട്ടെ, വൈദികനാകട്ടെ, ഒരു അൽമായനാകട്ടെ. അൽമാരധികം വിശുദ്ധരായിട്ടില്ല. കാരണം വിശുദ്ധരാക്കുന്നവർ അവരുടെ ഗണത്തിൽപ്പെട്ടവരെയാണ് കൂടുതലും വിശുദ്ധരാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആരാകട്ടെ, പക്ഷെ ഇവരെല്ലാം വിശുദ്ധരാണോ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. സഭ ഒരാളെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരാൾ വിശുദ്ധനാകണമെന്നുമില്ല. ഞാനത് സഭയെ ഇത് പറയുന്നതല്ല. കാരണം ഈ കാലഘട്ടങ്ങളിലെ പ്രത്യേകത അങ്ങനെയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ച പലരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അവരെ അനുകരിച്ച് ഇന്നത്തെ യുവജന സമൂഹം എന്തുകൊണ്ട് വഴിതെറ്റെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഇത് കിടപ്പുണ്ട്. ഈ അവസാന നാളുകളിൽ ഒരു സ്വാർത്ഥത കയറി വരുമെന്ന് പറയുന്നുണ്ട്. എന്താ സ്വാർത്ഥത? ഇന്ന് നമ്മുടെ ഇടയിൽ കിടക്കുന്ന സ്വാർത്ഥത എന്താ? എനിക്ക് മാത്രം എല്ലാം നേടിയാൽ മതി, എനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതി, എനിക്ക് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി, എൻ്റെ ജീവിതം സേഫാക്കുക. അത് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടാണെങ്കിലും, വിശ്വാസ മേഖല ഇത് വർദ്ധിച്ചു കിടക്കുക, നശിപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കാണുന്ന ഒരുപാട് വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്ന ചില പ്രചോദനങ്ങളാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയൊക്കെ ജീവിതത്തിൽ. ഞാനെപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒരു പ്രൊഫസറായിരുന്ന മനുഷ്യൻ തൻ്റെ നാട് വിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. വന്നിട്ട് കടലോരത്ത് ചുട്ടുപൊള്ളുന്ന മണലിൻ്റെ പുറത്തുകൂടി, അധികം പേരും നടന്നു കാണത്തില്ല അങ്ങനെയുള്ള മണലിൽ, നടന്നു നോക്കണം, അപ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന്. ആ മണലിൻ്റെ പുറത്തും കൂടി ചെരുപ്പിടാൻ നടന്നു പോയൊരു വിശുദ്ധൻ, കയ്യിലൊരു കുരിശ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെല്ലാവരും കുരിശെടുക്കുന്ന പല കാര്യത്തിനാണ്. ബന്ധന പ്രാർത്ഥനയ്ക്ക് പലരും കുരിശ് ഉപയോഗിക്കാറുണ്ട്. ബന്ധന പ്രാർത്ഥനയ്ക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുരിശ് പള്ളികളിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഗ്രൂപ്പ് തിരിഞ്ഞ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തടിയാണല്ലോ, നല്ല തടിയാണ്, നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് പിടിക്കാനും എളുപ്പമാണ്, അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തു കുരിശിൽ മരിച്ചത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കിയ വിശുദ്ധൻ ഈ കുരിശ് കൈ പിടിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ കിടക്കുന്നവനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. അന്ന് കർത്താവ് ഒരു തീരുമാനമെടുത്തു, എനിക്ക് വേണ്ടി ശരീരം മറന്ന് ഈ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്നുപോയ വ്യക്തിയെ, ആ ശരീരത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് ഇന്ന് ഗോവയിൽ അഴുകാൻ വേണ്ടി കുമ്മായത്തിൽ പൊതിഞ്ഞ് അടക്കം ചെയ്തിട്ടും അഴുകാതെ അവിടെ കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ഓരോ വ്യക്തിക്കും ഒരു പ്രചോദനമാകാൻ, ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, വിശുദ്ധമായ ആ ജീവിതം, മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്ന ഒരു ജീവിതം കാണാൻ വേണ്ടി പോയിട്ട് പിന്നെ അവിടെയുള്ള അശുദ്ധ ജീവിതങ്ങൾ കാണാൻ നടന്നു പോകുന്ന അല്ലെങ്കിൽ ടൂറ് പോകുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയും ജീവിച്ചാൽ മതി സ്വർഗത്ത് പോകാമെന്ന്. ഇനി വ്യാജപ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജെറമ്യ പ്രവചന പുസ്തകം 23:16 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ പല ശുശ്രൂഷകളും പല ആത്മീയ മേഖലകളും എല്ലാവരെയും അല്ല, നമ്മൾ ആരെയും വിധിക്കുകയല്ല, വിമർശിക്കുകയല്ല, കാര്യം പറയുക. ആർക്കെങ്കിലും വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്ന് പരിശോധിക്കുക. എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുന്നു, അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കാരണം ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. യെശയ്യാ പ്രവചന പുസ്തകം 66:2 മുതൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയമുള്ളവരെ, സഭയുള്ളിലുള്ള പല വിശുദ്ധരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രസംഗിക്കുന്നൊരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ഡൊമിനിക്
അതുപോലെ തന്നെ മിസ്റ്റർ പാദ്രി പിയോ, ഇവരൊക്കെ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ ജനങ്ങൾ ഇവരെ പ്രസംഗം കേട്ട് കരയുമായിരുന്നു, വിറയ്ക്കുമായിരുന്നു. ഇവർ വചനം പറയുമ്പം ജനത്തിൻ്റെ ഉള്ളിൽ കത്തും. കാരണം എന്നെ സൃഷ്ടിച്ച, എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി എല്ലാമായി തീർന്ന് ബലിയായിത്തീർന്ന കർത്താവിനെയാണ് ഞാൻ വേദനിപ്പിച്ചതെന്നുള്ള ഒരു കണ്ണുനീര്, ഒരനുതാപം അവരെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു. ഇന്നത് നമ്മുടെ ധ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ശുശ്രൂഷകളിലും കൺവെൻഷനിലും ഉണ്ടാകുന്നുണ്ടോ? കരച്ചിൽ നഷ്ടപ്പെട്ടു. ചുമ്മാ കരയുന്നവരുണ്ട്, വീട് കിട്ടാത്തതിനും രോഗം മാറുന്നതിനും കടബാധ മാറുന്നതിനും കിടന്നിലവിളിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിനെതിരെ ഞാൻ ജീവിച്ചു. കുറ്റബോധമല്ല, ഇനി എനിക്ക് വിശുദ്ധി ജീവിക്കണം എന്നൊരു തീരുമാനം ഒരു ധ്യാനത്തിൽ വെച്ച്, ചെയ്ത പാപത്തെ ഓർത്ത് അനുദപിച്ച് ഒരു ധ്യാനത്തിൽ വെച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെയുള്ളവർ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അനുതാപമില്ലാത്ത ഒരു ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല. ഒരു കാര്യം വെളിപ്പെടുത്തട്ടെ, 2025 അവസാനത്തോടു കൂടി ഈ അനുതാപത്തിൻ്റെ അവസ്ഥ പോലും നഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷകളുടെ വർധനവ് ഇന്ന് ലോകത്തുണ്ടാവും. അതിൻ്റെ കാരണം അന്തിക്രിസ്തുവിൻ്റെ ഭരണവും പ്രവർത്തനങ്ങളും ദൈവം അനുവദിച്ചിട്ടാണ്. പിശാചിന് ദൈവം അനുവദിച്ചു കൊടുക്കുന്ന സമയം ആഗതമായി. ദൈവം അനുവദിച്ചു കൊടുക്കുക. ഉഗ്രപീഡനങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന സമയം. ആരും ഭയപ്പെടേണ്ട. കാരണം യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു സ്വർഗീയ സംരക്ഷണം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കും. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. ക്രിസ്ത്യാനിക്കെന്ന് ഞാൻ പറയത്തില്ല, കാരണം എല്ലാവരും ക്രിസ്ത്യാനികളാണല്ലോ. യേശു ക്രിസ്തുവിൽ ശരിയായി വിശ്വസിക്കുന്നവർക്ക് മാത്രം ഒരു സ്വർഗീയ സംരക്ഷണം ലഭിക്കും. അവർക്ക് ചെയ്യുന്ന ഓരോ തെറ്റിനെ ഓർത്തും പരിശുദ്ധാത്മാവ് വരെ നയിക്കുന്നുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടും. പക്ഷെ സമൂഹത്തിൽ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ന്യായീകരണവുമായിട്ട് നടക്കുന്ന കുറേയധികം മനുഷ്യരുണ്ടാകും. അവരെക്കുറിച്ചാണ് അപ്പസ്തോലൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവില്ലാത്തവർ അവസാന നാടുകളിൽ ഉണ്ടാകും. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ടെന്നാണ്. പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തിയിലും വസിക്കാൻ ആഗ്രഹിക്കുന്നു, വസിക്കാൻ വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത്ഭുതാടയാളമൊക്കെ നടക്കും, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിലും നടക്കും. അവരെക്കുറിച്ച് മത്തായി സുവിശേഷം 7:21 നമ്മൾ വായിച്ചത്, അന്ന് രോഗശാന്തി കൊടുത്തവരും അത്ഭുതം നടത്തിയവരും ഒക്കെ വന്ന് പറയും. ഇപ്പോൾ കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. ഇതെല്ലാം ചെയ്തത് കർത്താവിൻ്റെ നാമത്തിലാണ്. പക്ഷെ കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, നിങ്ങൾ അനീതി പ്രവർത്തിച്ചവരാണ്. അത്ഭുതം വേണ്ടെന്നല്ല, അടയാളം വേണ്ടെന്നല്ല, അതെല്ലാം ആവശ്യമാണ്. ക്രിസ്തുവിൽ ഒരാൾ വന്നു കഴിയുമ്പം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും. കാരണം ഈ ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. വിധിയിൽ ഈ ശരീരം ആവശ്യമാണ്. മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്താൻ സാധ്യമല്ല. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ ആ വചനം വേഗം വായിക്കാം. സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇനി അവരെ പ്രത്യേകം എന്താ? അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്നവർ നിരന്തരം പറയുന്നു. ഇവരെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ആരെ കണ്ടാലും കുഴപ്പമില്ല, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും, ഇത്ര ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഇത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇവർക്ക് അയൽക്കാരുമായിട്ട് ബന്ധമില്ല, വെറുപ്പിലാണ്, വിദ്വേഷത്തിലാണ്, പാപബന്ധനത്തിലാണ്. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കത്തില്ല. ഉണ്ടേ തന്നെ ഒരുവിധം ഒഴിവ് ഇങ്ങനെ പറഞ്ഞ് ഒഴുക്കമട്ടിലാക്കി നിർത്തിയിട്ട് ഈ ആൾക്കാരെ പ്രീതി കിട്ടാൻ വേണ്ടി, ആൾ കൂടാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളിലും മായാജാലമൊക്കെ ഉണ്ടാക്കി ഇവരിങ്ങനെ ചെയ്യും. ഇവരെക്കുറിച്ച് എന്താ എഴുതിക്കുന്ന? കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് കളഞ്ഞവർ. കാരണം വചനമനുസരിക്കാതെ ധ്യാനകേന്ദ്രത്തിൽ വരുന്നു ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവരോട് ഇവർ പറയുന്നത് എന്താ? നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും
എന്നവർ നിരന്തരം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നവർ പറയുന്നു. കാരണം വിശുദ്ധന് മാത്രമേ രക്ഷയുള്ളൂ. പാപി നശിക്കും, നരകത്തിൽ പോകുന്നവർ പഠിപ്പിക്കുന്നില്ല. വേറൊരു കാര്യങ്ങളുണ്ട്. ഹോസിയ പ്രവചന പുസ്തകം 4:8, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അതാണ് ചിലർക്ക് ചിലർ പാപബന്ധനങ്ങളുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്തു, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ തെറ്റ് അവന് കിടക്കുന്നത് കൊണ്ട് അത് വെച്ചും കൊണ്ട് ഒരു മാർക്കറ്റിംഗ്, പാപമുള്ളത് കൊണ്ട് ആ പാപം ഉപേക്ഷിക്കാനും ആ പാപത്തിന് എങ്ങനെ അവനെ മോചിപ്പിച്ച് രക്ഷാനുഭവത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവന് എന്നും ധ്യാന കേന്ദ്രത്തിലും ശുശ്രൂഷയിലും വരാനുള്ളതിന് വേണ്ടി ഇത്ര ആഴ്ച ഇത്ര ദിവസമെന്ന് പറഞ്ഞ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയ. അപ്പോൾ എഴുതി വെച്ചെന്താ, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. കർത്താവിൻ്റെ കാര്യം നിങ്ങളെടുത്ത് നോക്കൂ. പാപമുള്ളവൻ ഒരു നിമിഷം കൊണ്ട് അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ് പാപം ഉപേക്ഷിച്ചു. പുതിയ ആൾക്കാർ വരട്ടെ. ഇതിങ്ങനെ ചിലരങ്ങ് അവിടെ കിടക്കുക. 9 ആഴ്ച 18 ആഴ്ച ഇത്ര മണിക്കൂർ ഇത്ര ദിവസം, എന്തെല്ലാം ടെക്നിക്കുകളാണെന്ന് പറയാം. ആ വെള്ളം കുടിക്കണം, ഈ എണ്ണ കുടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരെ ഇതെല്ലാം. എന്നിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് അറിയാമോ, ഇതെല്ലാം കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന്. മതബോധന പുസ്തകത്തെ കൃത്യം എഴുതി വെച്ചുകൊണ്ട് ഇതൊക്കെ എന്നിട്ട് പറയുകയാണ്, അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ പാപം ചെയ്യുന്ന കുറേ പേര് ഉള്ളത് ഇവർക്ക് ഉപകാരമാണ്. എന്നിട്ട് പറയുകയാണ്, പുരോഹിതനെ പോലെ തന്നെ ജനവും. കാരണം മനസ്സിലാക്കിക്കൊള്ളുക, അവരെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. രണ്ടുപേരും ശിക്ഷയെ കടക്കും. ഇന്നത്തെ സകല പ്രശ്നങ്ങളുടെയും കാരണം ഇതാ. ദൈവം പറഞ്ഞ സത്യം വെളിപ്പെടുത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യരെ വഞ്ചിച്ച്, ദൈവമക്കളെ വഞ്ചിച്ച് പണമുണ്ടാക്കി, സ്വത്തുണ്ടാക്കി, പേരും പ്രശസ്തിയും ഉണ്ടാക്കി ജീവിച്ചു പോയവർക്ക് ദുരിതം തന്നെയാണ്. ആത്മാക്കൾ നശിക്കുന്നു. കേരളം ഇത്രയും ദയനീയ അവസ്ഥയിലാകാൻ ഭരണാധികാരികളോ മറ്റെന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ശുശ്രൂഷാലയങ്ങളും ഉണ്ടായിട്ടും എന്ത് ഇങ്ങനെയായിത്തീർന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശരിയായൊരു ആധ്യാത്മിക ലെവലിലേക്ക് നമുക്ക് വരുവാനായിട്ട് ദൈവം അവസരം തന്നിട്ടും അതിനെ നിഷേധിച്ചു എന്നുള്ളതാണ്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ നിലവിളിക്കണം. കർത്താവെ, വചനവിരുദ്ധമായ ജീവിതം നയിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ ഒരുക്കിയിരിക്കുന്നത്, അതുകൊണ്ടൊരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് അടുത്ത മേഖലകളിൽ അന്ത്യകാല വിശുദ്ധിയുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഓൺലൈൻ ധ്യാനം 21, 22, 23 അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉണ്ട്. താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക. ഉപവാസ പ്രാർത്ഥനകളുണ്ട്. താല്പര്യമുള്ളവർ പങ്കെടുക്കുക. നേരത്തെ ബുക്ക് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു. നീതിയിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഞങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ വചനത്തേക്കാളധികം ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും താല്പര്യങ്ങളിലും വ്യാജ പ്രവചനങ്ങളിലും പ്രബോധനങ്ങളിലുമൊക്കെ പെട്ട് ആരുടെയൊക്കെ ഇഷ്ടമനുസരിച്ച് ആരൊക്കെ പറഞ്ഞ പോലെ ജീവിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. കർത്താവെ, കരുണ കാണിക്കണമേ. ഓരോ വചനവും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുകയും ഞങ്ങളുടെ ഹൃദയവും ജീവിതത്തിലും വലിയ ഒരു വിറയൽ മാറ്റം സംഭവിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നകന്നു പോകല്ലേ. സ്വർഗീയപ്പ, ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കണമേ. ഈശോ, അവിടുത്തെ രക്തം കൂടി ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയി മാതൃക നൽകിയ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടർ